ഹായ് നമസ്കാരം, ഞാൻ വിഷ്ണു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ കമ്പനിയിനകത്തിലും അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിലും കണ്ട ആ സെയിം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് ഡ്രാഫ്റ്റ് 2020. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് ഡ്രാഫ്റ്റ് 2020. എന്തുകൊണ്ടാണ് ഈ ഒരു ഡ്രാഫ്റ്റ് നിയമമായിട്ടില്ല, ഡ്രാഫ്റ്റിംഗ് ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഇന്ന് നിൽക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഡ്രാഫ്റ്റ് ഇത്രയധികം കോൺട്രവേഴ്ഷ്യൽ ആകുന്നത്, എന്തുകൊണ്ടാണ് ഓൺലൈൻ ലോകത്ത് ഇത് ഇത്രയും വലിയ ചർച്ചയാകുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, ഇത് തികച്ചും അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോയാണ്. അതായത് ഇതിൻ്റെ പുറകിൽ ഉള്ള കാര്യങ്ങളുടെ അക്കാഡമിക് ഇൻട്രസ്റ്റുകൾ മാത്രമേ നമ്മളിവിടെ പരിഗണിക്കുന്നുള്ളൂ. അതിൻ്റെ യാതൊരു തരത്തിലുമുള്ള ഈ ഒരു വീഡിയോയ്ക്ക് യാതൊരു തരത്തിലുമുള്ള പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഇല്ല. അത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനിൽ ഒരിക്കലും ഈ വീഡിയോ കാണരുത്. ഒരു അക്കാഡമിക് ഡയമെൻഷനിൽ മാത്രമേ ഈ ഒരു വീഡിയോയെ കാണുവാൻ പാടുള്ളൂ. അപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്? ആ ഡ്രാഫ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം എന്താണ് എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്ന് നോക്കാം. ലോകത്ത് ഏകദേശം 100ഓളം രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ലോസുമായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ്, അപ്പം ഇതിൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊരു രാജ്യവും നമ്മൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു വലിയൊരു പ്രോജക്റ്റ് വരുന്നു, ഏതെങ്കിലും ഒരു തരം ഒരു ക്യാപിറ്റൽ പ്രോജക്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ പ്രോജക്റ്റിൻ്റെ ഒരു എക്സ്പാൻഷൻ വരുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ടൊരു ക്യാപിറ്റൽ പ്രോജക്റ്റ് വരികയോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ പ്രോജക്റ്റിൻ്റെ എക്സ്പാൻഷൻ വരുന്ന സമയത്ത്, അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന പരിസ്ഥിതിക്ക്, അവിടെ വരുന്ന ആ ഒരു എൻവയോൺമെൻറ്റിന്, അവിടുത്തെ ആ ഒരു എക്കോളജിക്ക് ഏതൊക്കെ രീതിയിൽ ഈ ഒരു പ്രോജക്റ്റ് ബാധിക്കും, ഏതൊക്കെ രീതിയിൽ ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം, അവിടുത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സോഷ്യോ ആസ് വെൽ ആസ് ഒരു എൻവയോൺമെൻറ്റൽ ഓഡിറ്റിംഗ് ആണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു പ്രോജക്റ്റ് വരുന്നു, അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള അവിടെ എന്തൊക്കെയാണ് അവിടെ വരുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സോഷ്യോ അതുപോലെ തന്നെ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ഒരു ഓഡിറ്റിംഗ് ആണ്, ഒരു സോഷ്യോ എൻവയോൺമെൻറ്റൽ ഓഡിറ്റിംഗ് ആണ് ഈ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 1994 ജനുവരി 27-നാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് 1994 ജനുവരി 27-നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് പോളിസി നമ്മൾ ആദ്യമായിട്ട് ഫ്രെയിം ചെയ്യുന്നത്. അതിന് കാരണമായത് 1986 ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ് അതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറേ ക്ലോസുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതായത് ഒരു പ്രോജക്റ്റ്, അതായത് ഒരു ക്യാപിറ്റൽ പ്രോജക്റ്റ്, പ്രധാനപ്പെട്ട ക്യാപിറ്റൽ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, വലിയ റിയൽ എസ്റ്റേറ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനുകളാകാം, അല്ലെങ്കിൽ പവർ പ്ലാന്റുകളുടെ കൺസ്ട്രക്ഷൻ, അത് തെർമൽ ആകാം, ഹൈഡ്രോ ഇലക്ട്രിക് ആകാം, ന്യൂക്ലിയർ ആകാം, അതുപോലെ തന്നെ കോൾ അല്ലെങ്കിൽ നോൺ കോൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ മൈനിങ് ആകാം, പെട്രോളിയം ഇൻഡസ്ട്രീസ് ആകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള കെമിക്കൽ പ്രോസസ്സ് നടക്കുന്ന ഇൻഡസ്ട്രികളാകാം, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ. അത്തരത്തിലുള്ള ക്യാപിറ്റൽ പ്രോജക്റ്റുകൾ വരുമ്പോൾ അവ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ലിയറൻസുകളും മറ്റുമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോളിസി നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നീട് 1994 വന്ന ആദ്യമായിട്ട് വന്ന ഈ ഒരു പോളിസി പിന്നീട് 2006 അന്നത്തെ UPA ഗവൺമെൻറ് വീണ്ടും ഇതിനെ പരിഷ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് പിന്നെ കുറച്ച് ക്ലോസും എല്ലാ കാര്യങ്ങളും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അതിനെ വീണ്ടും പരിഷ്കരിക്കുകയാണ് ചെയ്തത്. പിന്നീട് വന്ന NDA ഗവൺമെൻറ്, ഇപ്പോൾ സെക്കൻഡ് ഫേസിൽ വന്നിരിക്കുന്ന NDA ഗവൺമെൻറ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡ്രാഫ്റ്റ് പുറത്തിറക്കി. ഈ കൊല്ലം തുടക്ക സമയത്തിലും കഴിഞ്ഞ കൊല്ലം അവസാന ഘട്ടമൊക്കെ ആയിട്ടാണ് ഈ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡ്രാഫ്റ്റ് പുറത്തേക്ക് ഇറക്കിയിട്ട് അപ്പോൾ പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്തു. പിന്നീട് അവയുടെ ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഉത്തരവ് പ്രകാരം പിന്നീട് അതിൻ്റെ ഡേറ്റ്, അതായത് പൊതുജനങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും അതിനകത്ത് ഈ ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എതിർപ്പുകൾ അറിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഓഗസ്റ്റ് 11 വരെ, അതായത് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ഒരു ഡേറ്റിലേക്ക് അത് എക്സ്റ്റൻഷൻ കൊടുക്കുകയുമാണ് ഇതിനകത്ത് ചെയ്തിരുന്നത്. അപ്പോൾ
എന്തുകൊണ്ടാണ് ഈ ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇത്രമാത്രം കോൺട്രവേഴ്ഷ്യൽ ആകുന്നത്? എന്തുകൊണ്ടാണ് ഓൺലൈൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡ്രാഫ്റ്റിന് എതിരെ ഇത്രയും ഒരു വികാരം ഈ ഡ്രാഫ്റ്റിനെതിരെ വരുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്കൽ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ ഒരു ആക്ടിനെതിരെ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു എൻവയോൺമെന്റൽ അസസ്മെന്റ്, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഈ ഒരു പോളിസിയിലുള്ള, അതായത് 94-ലാണെങ്കിലും 2006-ലെ ഉള്ള പോളിസികളിലാണ് എങ്കിൽ അതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരു പർട്ടിക്കുലർ ഇതിന് മുകളിലോട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് എൻവയോൺമെന്റൽ ക്ലിയറൻസ്, അതായത് വരുന്നതിന് മുമ്പ് തന്നെ, ഈ പ്രോജക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ആ പ്രോജക്റ്റിനെ കുറിച്ച് അതിന്റെ കൺസേൺഡ് അതോറിറ്റീസ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിലാണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിലും ആണെങ്കിലുമുള്ള സെൻട്രൽ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ ഉള്ള കമ്മിറ്റി, ഇതിന്റെ ഈ ഒരു അതോറിറ്റീസ്, ഈ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റീസ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പഠനം നടത്തിയിട്ട് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഒരു എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടുന്നതിന് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഈ ഒരു എൻവയോൺമെന്റൽ ക്ലിയറൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാം. എന്തൊക്കെ ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോയിട്ടാണ് ഈ ഒരു സംഭവം കിട്ടുന്നതെന്ന് നമുക്ക് ഈ ഒരു ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്തിലുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്, ആദ്യം ഞാൻ പറഞ്ഞു, എൻവയോൺമെന്റൽ ക്ലിയറൻസ്. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സാധനമാണ് പബ്ലിക് ഒപ്പീനിയൻ കൂടെ അവിടെ നേടുക എന്നത്. പബ്ലിക് ഒപ്പീനിയനും കൂടി അവിടെ നേടുക എന്നതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പബ്ലിക് കൺസൾട്ടേഷൻ. അതായത് ഒരു പ്രോജക്റ്റ് അവിടെ വരുന്നു, ആ പ്രോജക്റ്റ് വരുന്ന സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങളുമായിട്ട് അവരുടെ ആശങ്കകളും അവരുടെ എതിർപ്പുകളും എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെ തുടർന്നാണ് അതിന്റെ ബേസിസിൽ ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഓവറോൾ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ള എതിർപ്പുകളും എല്ലാം വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തിൽ ഒന്നെങ്കിൽ അത് ഇത് ചെയ്യും, ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ വന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതല്ല എങ്കിൽ ഈ പ്രോജക്റ്റുകൾ ഇങ്ങനെ ഇവിടെ അല്ല, അല്ലെങ്കിൽ വേറെ ഈ ഒരു രീതിയിലല്ല, ഇവർ പറയുന്ന രീതിയിലല്ല ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുപോകേണ്ടത്, ഈ ഒരു രീതിയിൽ മാറ്റി വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ഇതിന് അനുയോജ്യമല്ല, അതിന് പകരം മറ്റൊരു സ്ഥലമാണ് കണ്ടെത്തേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കും ഇതിനകത്തിലെ അവസാനമായിട്ട് വരുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യമാണെന്ന് പറഞ്ഞു പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. ഒരു പബ്ലിക് കൺസൾട്ടേഷനും എല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു ഡ്രാഫ്റ്റ് ഈ ഒരു ഈ ഒരു അസസ്മെന്റ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഈ 2020 വന്നിട്ടുള്ള കാതലായിട്ടുള്ള മാറ്റങ്ങൾ? അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നത് നോക്കാം. അപ്പം ഈ പ്രോജക്റ്റുകളെ മൊത്തത്തിൽ ബ്രോഡായിട്ട് 3 കാറ്റഗറീസായിട്ടാണ് ഇതിനകത്തിൽ പെടുത്തിയിരിക്കുന്നത്. കാറ്റഗറി എ, അതേപോലെ തന്നെ കാറ്റഗറി B1, കാറ്റഗറി B2. കാറ്റഗറി എ, കാറ്റഗറി B1, കാറ്റഗറി B2 എന്നിങ്ങനെ 3 ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ ഈ രാജ്യത്ത് തന്നെ നടപ്പാക്കാൻ പോകുന്ന പ്രോജക്റ്റുകളെ മൊത്തത്തിൽ ഈ ഒരു ഡ്രാഫ്റ്റിനകത്തിൽ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഇതിനകത്തിലൊരു സംഭവം എന്ന് പറയുന്നത്, അതിനകത്ത് B2 കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു റിപ്പോർട്ടിന്റെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ B2 കാറ്റഗറീസിൽ വരുന്ന പല പ്രോജക്റ്റുകൾക്കും എന്താവശ്യമില്ല, ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആവശ്യമില്ല എന്നതാണ് ഇതിനകത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ലോസ്. അതായത് ആ ക്ലോസ് എടുത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് പോലെ ക്ലോസ് 13-നകത്തിൽ 11ാമത്തെ സബ് ക്ലോസ് വായിച്ചു നോക്കിയാൽ, ഇതിന്റെ കൂടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഇതിന്റെ PDF നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെന്റ് പുറത്തിറക്കിയ ഈ റിപ്പോർട്ടിന്റെ PDF ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ക്ലോസ് 13-ൽ 11ാമത്തെ സബ് ക്ലോസ് പറയുന്നത് അനുസരിച്ചിട്ട് അതിനകത്ത് എന്താണ് പറയുന്നത്, നോ EIA report shall be required for the projects listed under category B2. However, EMB report has, as per the generic structure given at appendix 11, shall be prepared through AC and submitted along the application. അതായത് ഇതിനകത്ത് B2 കാറ്റഗറിയിൽ വരുന്ന പ്രോജക്റ്റുകൾക്ക്, B2 കാറ്റഗറിയിൽ വരുന്ന പ്രോജക്റ്റുകൾക്ക് അതിനകത്ത് ഷെഡ്യൂളിനകത്തിൽ ആണ് നമുക്ക് നോക്കേണ്ടത്. B2 കാറ്റഗറിയിൽ വരുന്ന ഈ പ്രോജക്റ്റുകൾക്ക് എന്ത് ആവശ്യമില്ല, എക്കണോമിക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമല്ല.
എക്കണോമിക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ B2 എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു ഭാഗത്ത് വരുന്നതിനേക്ക് എന്താവശ്യമില്ല, ഒരു എക്കണോമിക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നമുക്ക് ആവശ്യമില്ല എന്നാണ് ഈ പുതിയതായിട്ട് വന്ന ഈ കരട് നയത്തിനകത്ത് ഈ 2020 ഡ്രാഫ്റ്റ് 2020 വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇതാണ്. അതായത് B2 കാറ്റഗറിയിൽ വരുന്ന എല്ലാ B2 കാറ്റഗറിയിൽ വരുന്ന പ്രോജക്റ്റുകൾക്ക് എൻവയോൺമെന്റൽ ക്ലിയറൻസിന്റെ ആവശ്യമില്ല എന്നതാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നീട് ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ പബ്ലിക് ഒപ്പീനിയൻസ്. അതല്ല എങ്കിൽ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു പ്രോജക്റ്റ് നമ്മുടെ ഒരു പ്രപ്പോസ്ഡ് സൈറ്റിൽ വരുന്നു. അപ്പോൾ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് എന്ത് ഇത് ചെയ്യാം, അവർക്ക് അവരുടെ കൺസേൺസും മറ്റുമൊക്കെ ഇത് ചെയ്യാം. അതായത് അവിടുത്തെ ജനങ്ങളുടെ കൂടെ ആലോചിച്ചിട്ട് മാത്രമേ അങ്ങനെ ഒരു പ്രോജക്റ്റ് അവിടെ വരുവാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതാണ് പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 94 ആണെങ്കിലും 2006 ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പുതിയ ഡ്രാഫ്റ്റിനകത്ത് അവർ വെള്ളം ചേർത്തേക്കുന്ന രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഈ പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് അവരുടെ ഈ ഒരു ഡ്രാഫ്റ്റിനകത്ത് വെള്ളം ചേർത്തിരിക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ക്ലോസ് 14 പറയുന്നത്, ഈ ഒരു ഡ്രാഫ്റ്റിനകത്തിലെ ക്ലോസ് 14 പറയുന്നത് ഈ ഒരു പബ്ലിക് കൺസൾട്ടേഷനെ കുറിച്ചാണ്. ഈ ഒരു ക്ലോസ് 14 പറയുന്നത്. അത് പറയുന്ന അനുസരിച്ചിട്ട് ക്ലോസ് 14 സബ് ക്ലോസ് 2 നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഓൾ കാറ്റഗറീസ് A ആൻഡ് കാറ്റഗറി B1 പ്രോജക്ട് ഓഫ് ന്യൂ എക്സ്പാൻഷൻ പ്രപ്പോസൽ ഓർ മോഡേണൈസേഷൻ വിത്ത് കപ്പാസിറ്റി ഇൻക്രീസ് മോർ ദാൻ 50% ഷാൾ അണ്ടർടേക്ക് പബ്ലിക് കൺസൾട്ടേഷൻ. അതായത് ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു എന്താണ് പറയുക, ഒരു സിമെന്റ് ഇൻഡസ്ട്രിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാകുന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു സപ്പോസ് ഒരു 100 ടണ്ണാണ് ഇപ്പം അത് പ്രൊഡ്യൂസ് ചെയ്യുന്നിരിക്കുക. ഇപ്പം ഇനി ഇതിൻ്റെ ആ ഒരു ഇൻഡസ്ട്രി നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഏകദേശം 50% വരെ ആ ഒരു ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. അതിന് മുകളിലോട്ട്, അതായത് അതിന് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റിയുടെ 50% മുകളിലോട്ട് ഒരു എക്സ്പാൻഷൻ നടത്തുകയാണ്, കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തുകയാണെങ്കിൽ മാത്രം ഇതിനൊരു ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയാൽ മതി എന്നാണ് ഈ ക്ലോസ് 14 സബ് ക്ലോസ് 2 പറയുന്നത്. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കുറേ കാര്യങ്ങളെ ഈ ഒരു സംഭവത്തിനകത്ത് നിന്നെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? മോഡേണൈസേഷൻ ഓഫ് ഇറിഗേഷൻ പ്രോജക്ട് ഫോളിങ് അണ്ടർ ഐറ്റം 4 ഓഫ് ദ ഷെഡ്യൂൾ. നമ്മൾ ആ ഷെഡ്യൂൾ എടുക്കാൻ നേരത്ത് അതിനകത്തിലെ 4ാമത്തെ ഭാഗം ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന സാധനം, അതായത് 50,000 ഹെക്ടേഴ്സിന് മുകളിൽ കൾച്ചറബിൾ കമാൻഡ് ഏരിയ ഉള്ള ഇറിഗേഷൻ പ്രോജക്റ്റുകളാണ് കാറ്റഗറി എയിൽ പെടുന്നത്. അതുപോലെ തന്നെ 10,000 ഹെക്ടേഴ്സിന് മുകളിലോട്ട് 50,000 ഹെക്ടേഴ്സിന് താഴോട്ട് വരുന്നതിനകത്തിലാണ് കാറ്റഗറി ബി. 2,000 ഹെക്ടേഴ്സ് മുതൽ 10,000 ഹെക്ടേഴ്സ് വരെ ഉള്ളതിനെയാണ് കാറ്റഗറി ബി ആയിട്ട് ഇത് ചെയ്യുന്നത്. ആ ഒരു ഇത് വായിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഇതിൻ്റെ കൂടെ കാണുന്ന ആ ഫിഗറിനകത്തിൽ നോക്കിയാൽ മനസ്സിലാകും. അപ്പം ഒന്നാമതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിന് എന്താവശ്യമില്ല, പബ്ലിക് കൺസൾട്ടേഷൻ്റെ ആവശ്യമില്ല. അതായത് ഇറിഗേഷൻ പ്രോജക്റ്റുകൾക്ക് എവിടെയാണ് മോഡേണൈസേഷൻ ഓഫ് ഇറിഗേഷൻ പ്രോജക്ട്സ് ഫോൾസ് അണ്ടർ ഐറ്റം 4 ഓഫ് ദ ഷെഡ്യൂൾ ഡു നോട്ട് റിക്വയർസ് എനി പബ്ലിക് കൺസൾട്ടേഷൻ. അതാണ് പറയുന്ന ഒരു കാര്യം. ഇനി രണ്ടാമതിലേക്ക് വരാൻ നേരത്ത് ബി ക്ലോസ് നോക്കാം. ഓൾ പ്രോജക്ട്സ് ഫോളിങ് അണ്ടർ ഐറ്റം 10F 16, 17, 19, 20, 21, 23, 24, 25, 27, 36, 40 ഓഫ് ദ ഷെഡ്യൂൾ ലൊക്കേറ്റഡ് വിത്തിൻ നോട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. അതായത് നമ്മുടെ ഷെഡ്യൂളിനകത്ത് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഈ സാധനങ്ങളിലെല്ലാം വരുന്നവയ്ക്ക് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഒരു നോട്ടിഫൈഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്തുള്ള ഏരിയയിലാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നതെങ്കിൽ എന്ത് വേണ്ട, അവിടെയും നമുക്ക് പബ്ലിക് കൺസൾട്ടേഷൻ്റെ കാര്യമില്ല. അതായത് അവിടെ താമസിക്കുന്നവരുടെ അടുത്ത് ചോദിക്കേണ്ട, അവർക്ക് എന്ത് വേണമെങ്കിലും നടത്താം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് പറയുന്നത്? ഓൾ പ്രോജക്ട്സ് ഫോളിങ് അണ്ടർ 42 and 43 ഓഫ് ദ ഷെഡ്യൂൾ. 42, 43 ഷെഡ്യൂളിൽ 42, 43 വരുന്ന എല്ലാ പ്രോജക്റ്റുകളും ഈ പബ്ലിക് കൺസൾട്ടേഷനിൽ നിന്നും അവർ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ആ സംഭവങ്ങൾ? ഇത് ഈ 2 സാധനങ്ങളാണ് ആ സംഭവങ്ങൾ. 42, 43 പറയുന്നത് ഈ 2 സാധനങ്ങൾ. അതായത്
42 പറയുന്നത് എന്താണ്? ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റൽ ഏരിയ. അത് ഫുള്ളായിട്ട് അതിനകത്ത് ഇതാക്കുകയാണ്. അതായത് 1500 സ്ക്വയർ ഫീറ്റ് ഏരിയയ്ക്ക് മുകളിലോട്ട് 1,50,000, അതായത് 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടുള്ള സംഭവങ്ങൾക്ക് മാത്രം മതി ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റും മറ്റുമൊക്കെ. അതിന് താഴോട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് എങ്കിൽ ഈ സാധനങ്ങളൊന്നും വേണ്ട. അതായത് നമ്മളുടെ ഈ ഇക്കോളജിക്കലി വലിയധികം ലോലമായിട്ടുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ പശ്ചിമഘട്ട പോലുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ അത്രയ്ക്ക് പരിസ്ഥിതി ലോലപരമായിട്ടുള്ള പ്രദേശങ്ങളിലും മറ്റേമൊക്കെ ഈ വലിയ ഈ റിസോർട്ടുകളും മറ്റുമൊക്കെ പണിയുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ അസസ്മെന്റും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. അതായത് അവിടെ കൊണ്ടുവന്നിരുന്ന നമ്മുടെ വലിയ ലുലുമാൾ വരെ പണിതാൽ പോലും, കാരണം വെച്ചാൽ നമ്മുടെ എടപ്പള്ളിയിലുള്ള ലുലുമാൾ പോലും ഏകദേശം 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് പോലും ഇല്ല. അതിനേക്കാട്ടിലൊക്കെ താഴെ മാത്രമേ ഉള്ളൂ പിന്നെ എടപ്പള്ളി ലുലുമാളിൻ്റെയൊക്കെ ഈ ഒരു സംഭവം വരുന്നത്. അപ്പം ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് പണിതാലും നമ്മൾ പ്രത്യേകിച്ച് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. അവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ബേസിക് ആയിട്ടുള്ള പെർമിഷനൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ ഈ സംഭവമൊക്കെ കെട്ടിപ്പോക്കാം. അവിടെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒന്നും കാര്യമില്ല. ഏകദേശം ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നോക്കാൻ നേരത്ത് മിക്ക ഈ വലിയ ബിൽഡിംഗ് പ്രോജക്റ്റുകളും, വലിയ ഫ്ലാറ്റുകളാണെങ്കിലും വലിയ ബിൽഡിംഗ് പ്രോജക്ട്സ് ഒക്കെ എടുക്കാൻ നേരത്തും അവയുടെ ബേസ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ പോവുകയാണെങ്കിലും ഈ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒന്നും മുകളിലോട്ട് പോവുകയില്ല. അപ്പം എന്താണ് ഈ ഒരു ഇതിൻ്റെ പുറത്ത് ഈ പരിസ്ഥിതി ലോക പ്രദേശങ്ങളിലുമെല്ലാം ഈ ഇമ്പാക്ട് ഈ എന്താ പറയുക, ഈ നിയമങ്ങൾ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാത്ത സ്ഥലങ്ങളിൽ പോലും ഇവിടെ ഒന്നും ഈ ഒരു പിന്നെ അതായത് കോസ്റ്റൽ റെഗുലേഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള എന്തായിരുന്നു പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാകുന്ന പരിപാടികളും മറ്റുമൊക്കെ ഈ 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ ഈ അസസ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ കൊണ്ടുപോകാം എന്നതാണ് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഓൾ കാറ്റഗറി B2 പ്രോജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്, ആ ഒരു തന്നിരിക്കുന്ന ലിസ്റ്റില്ല, അതിനകത്ത് എല്ലാ B2 ആക്ടിവിറ്റീസും, B2 എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് വരുന്ന കാറ്റഗറിയിൽ വരുന്ന സകല എണ്ണത്തിനും എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പബ്ലിക് കൺസൾട്ടേഷൻ നടത്തേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ ഒരു സാധനങ്ങളെല്ലാം ഇവയൊക്കെയാണ് ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതായത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരാൻ നേരത്ത് അവയ്ക്ക് പ്രത്യേകിച്ച് എന്തിൻ്റെ ആവശ്യമില്ല, ഒരു പബ്ലിക് ഒപ്പീനിയൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ്റെ കാര്യമൊന്നും ഇല്ല. പബ്ലിക് കൺസൾട്ടേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈ പരിപാടികളൊക്കെ നടത്താമെന്നാണ് ഈ ഒരു ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു ഇതാണ്, ഇനി ആർക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് വരുന്നത് മൂലം എന്തെങ്കിലുമൊക്കെ പരിസ്ഥിതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആർക്കൊക്കെ ഈ ഒരു പ്രോജക്റ്റിനെതിരെ പിന്നെ ഒരു നിയമ നടപടികൾക്ക് ആർക്കെങ്കിലും എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ആ പ്രോജക്റ്റ് നടത്തുന്നവർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനും മറ്റുമൊക്കെ, അങ്ങനെ ഗവൺമെന്റ് ഏജൻസികൾക്ക് മാത്രമേ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ചുറ്റും നമ്മുടെ മുമ്പിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നാൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്നാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റിനകത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് എന്ന് പറയും. അതായത് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പരിപാടികൾ എങ്ങനെയാണ്, നമ്മൾ പ്രപ്പോസ് ചെയ്തേക്കുന്ന ഈ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന പ്രോജക്റ്റുകൾ, അതായത് 2006 ആ ഒരു നോട്ടിഫിക്കേഷനകത്ത് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന പ്രോജക്റ്റുകൾ എന്ത് ചെയ്യുക, തുടങ്ങുന്നതിന് മുമ്പാണ് ഈ സാധനങ്ങളൊക്കെ അസസ് ചെയ്തിട്ട് ഈ ഒരു സംഭവം ഇവിടെ ഈ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന് എന്ത് തരത്തിലുള്ള ഇമ്പാക്റ്റുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിൽ ഏതൊക്കെ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് ശേഷം നടക്കുന്ന ഈ പ്രോജക്റ്റ് വരുന്നതിന് മുമ്പ് നടത്തുന്ന ഈ ഒരു അസസ്മെന്റ് മൂലമാണ് നമുക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും, ഈ പ്രോജക്റ്റ് വരണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ്? നിങ്ങളവിടെ ഇൻഡസ്ട്രി തുടങ്ങിക്കോളൂ, ഇൻഡസ്ട്രി തുടങ്ങി നിങ്ങൾ എന്തോ പരിപാടിയാണെങ്കിലും കാണിച്ചോളൂ. ഇത് കാണിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അസസ് ചെയ്യാം, ഇവിടുത്തെ ഈ നശിപ്പിക്കുന്ന ഈ സാധനങ്ങളെല്ലാം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഏതൊക്കെ രീതിയിൽ ഇതിനെ നശിപ്പിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളിതെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അസസ് ചെയ്തോളാം. അതാണ് ഈ ഒരു ഇതിനകത്ത് ഈ ഒരു ക്ലോസിനകത്ത് വരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത്, വേറൊരു കോമഡി എന്ന് പറയുന്നത് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് ആണ്. അതായത് നിങ്ങൾ അവിടെ ഇൻഡസ്ട്രി തുടങ്ങിക്കോളൂ. നേരത്തെ എങ്ങനെയാണ്, ഇതെല്ലാം ഈ ക്ലിയറൻസ് എല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾ തുടങ്ങിക്കോളൂ, ലോൺ ചെയ്തോളൂ, നിങ്ങൾ ബേസിക് പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ലോൺ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സാധനങ്ങളെയൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വന്നിട്ട് ഇതിൻ്റെയൊക്കെ ഇമ്പാക്ട് അസസ്മെന്റ് ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ട്
എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഫൈൻ അടയ്ക്കാം എന്നുള്ളൊരു പരിപാടി. അതാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്ന ഏറ്റവും എന്തായിരുന്നു നമ്മൾ എതിർക്കപ്പെടേണ്ട മറ്റൊരു കാര്യം. അതായത് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ്. പ്രോജക്റ്റ് തുടങ്ങിയതിന് ശേഷം ഈ ക്ലിയറൻസ് കൊടുക്കുന്ന പരിപാടി. അതായത് പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പല്ല ക്ലിയറൻസ് വാങ്ങേണ്ടത്. പ്രോജക്റ്റ് തുടങ്ങി കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒരു പരിപാടി കഴിയാൻ നേരത്ത് ഞങ്ങളൊന്ന് അക്സസ് ചെയ്യാം, എന്നിട്ട് ഞങ്ങൾ ക്ലിയറൻസ് തരാം. ആ ഒരു പരിപാടിയാണ് അതിനകത്തിൽ ഉള്ള മറ്റൊരു കാര്യം. അപ്പം പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ചില സംരക്ഷിത പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ചില പ്രോജക്റ്റുകളുണ്ട്. അതായത് ഈ ചില നാഷണൽ പാർക്കുകളിലൂടെയും ചില സാങ്ച്വറീസിലൂടെയൊക്കെ കടന്നു പോകുന്ന ചില പൈപ്പ് ലൈൻ പ്രോജക്ട്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇത് പോകാൻ നേരത്ത് അവിടെ എന്തൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുമെന്ന് ആദ്യം തന്നെ നമുക്ക് പിന്നെ അറിയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പല പ്രോജക്റ്റുകളിലും ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടുന്ന് എടുത്ത് കളയുക എന്ന അതായത് ഈ നാഷണൽ പാർക്കിനകത്തിലൂടെയും സാങ്ച്വറീസിലൂടെയും പോകുന്ന പ്രോജക്റ്റുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ഈ ക്ലിയറൻസ് അല്ലെങ്കിൽ പബ്ലിക് എന്തായിരുന്നു കൺസൾട്ടിങ്ങോ ഒന്നും വേണ്ട എന്നാണ് ഈ ഒരു പ്രോജക്റ്റിനകത്തിൽ പറയുന്നത്. അത് ആ ഒരു ഈ ഒരു ഡ്രാഫ്റ്റിന്റെ ക്ലോസുകൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനകത്തിൽ തന്നെ ഇതിന്റെ ഒരു PDF-ഉം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു ഡ്രാഫ്റ്റ് എന്തുകൊണ്ട് ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആകുന്നു എന്നതിൻ്റെ ഉത്തരം. അതായത് നഗ്നമായിട്ടുള്ള പരിസ്ഥിതി ലംഘനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുമതി പത്രം എന്ന് വേണമെങ്കിൽ ഈ ഡ്രാഫ്റ്റ് നിയമമായിട്ടില്ല, ഈ ഒരു രീതിയിൽ തന്നെ നിയമമായി കഴിഞ്ഞാൽ ഈ ഒരു പരിസ്ഥിതി നിയമങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ പരിസ്ഥിതിയെ മാക്സിമം നശിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളായിരിക്കും നടക്കുന്നതെന്നാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2018 മെയ് 22 തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നടന്ന വെടിവെപ്പ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. അന്ന് അവിടെ നടന്ന എന്തായിരുന്നു, വേദാന്ത എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഒരു വലിയൊരു ക്രോണിക് ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പ് അവരുടെ തൂത്തുക്കുടിയിലുള്ള ഒരു കോപ്പർ സ്മെൽറ്റിംഗ് പ്രൊജക്റ്റ്, അതിനകത്ത് ഈ ഒരു പബ്ലിക് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാതെ അല്ലെങ്കിൽ പബ്ലിക് കൺസൾട്ടേഷൻ നടത്താതെ എന്ത് ചെയ്തു, അവയുടെ കോപ്പർ പ്ലാന്റിന്റെ കപ്പാസിറ്റി കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റിന്റെ കപ്പാസിറ്റി അവർ കൂട്ടുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിനെതിരെ അത് എങ്ങനെയായിരുന്നു, അന്ന് വരെ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന, അതായത് തൊട്ട് മുമ്പത്തെ 2006 എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പോളിസിയിൽ പറയുന്ന ഈ പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഗവൺമെന്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവര് ഒരു പ്രത്യേകം ഇളവുകളും മറ്റുമൊക്കെ നേടിയിട്ട് എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും അവയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടുത്തെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ലോസിനെ അടക്കം എല്ലാത്തിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ലോസ് അത്രയും ശക്തമായിട്ട് ഇവിടെ നിൽക്കുന്ന സമയമാണ് നോക്കുക ആലോചിക്കുക. ആ സമയത്ത് അവർ ഈ ഗവൺമെന്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവരത് എക്സ്പാൻഷൻ നടത്താൻ വേണ്ടി ശ്രമിച്ചു. അതിനെതിരെ തൂത്തുക്കുടിയിലുള്ള ജനങ്ങൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് എന്തായിരുന്നു, ഈ പോലീസ്, അതായത് തമിഴ്നാട് സ്റ്റേറ്റ് പോലീസ് ഈ പ്രൊട്ടസ്റ്റ് നടത്തിയ ആൾക്കാർക്കെതിരെ ഓപ്പൺ ഫയറിംഗ് നടത്തുകയായിരുന്നു. ഏകദേശം 13ഓളം പേരാണ് നമ്മുടെ മരിച്ചത്. ഒരു 17 വയസ്സോ 18 വയസ്സോ ഒരു പെൺകുട്ടി ഉൾപ്പെടെ ഏകദേശം 13 പേരാണ് ആ ഒരു വെടിവെപ്പിൽ മരിച്ചത്. അതിനെ തുടർന്ന് ആ ആൾക്കാർക്ക് നേരെ ഒരു ജീപ്പിന്റെ മുകളിൽ കയറുന്ന ഇൻസാസ് ഗണ്ണൊക്കെ ചൂണ്ടിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന പോലീസുകാരുടെയൊക്കെ പത്രങ്ങൾ ഒരു ഇമേജ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തൊരു കാര്യമാണ്. അപ്പം അവിടെ നടന്ന എന്താണ്, ഇത്രയും നിയമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നിയമങ്ങൾ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് പോളിസി 2006 നിലനിൽക്കുമ്പോഴും ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്ന സമയത്തുമാണ് ഇവിടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വേദാന്ത ആ ഒരു പരിപാടി നടത്തി പിന്നീട് അത് 13 പേരുടെ മരണത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വയറിനകത്തിലും മറ്റുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ആർട്ടിക്കിളുകൾ അക്കാലത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഈ സാധനങ്ങളെല്ലാം ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലീഗൽ സപ്പോർട്ട് ഇവയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ നാശങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രാഫ്റ്റിനെ എന്തുകൊണ്ട് നമ്മൾ എതിർക്കണം എന്ന് പറയുന്നത്. അതിനകത്തൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ അല്ല കൊടുക്കേണ്ടത്. ഒരു ഗവൺമെന്റ് ഇത് ചെയ്തു എന്നതുകൊണ്ടുള്ള പൊളിറ്റിക്കൽ ഡയമെൻഷനിലല്ല അതിനെ എതിർക്കേണ്ടത്. പകരം അതിൻ്റെ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യും, പരിസ്ഥിതിയുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം രാഷ്ട്രീയം എന്നുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് തികച്ചും ആ പരിസ്ഥിതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പ്രകൃതി എന്ന് പറയുന്ന സാധനത്തിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ പല കാര്യങ്ങളും നാളെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ടോട്ടൽ എക്കോളജിക്കൽ സിസ്റ്റത്തെ തന്നെ തകർക്കാൻ പോകുന്ന
കുറച്ച് കാര്യങ്ങളുടെ മുന്നോടിയായിട്ടുള്ള പെർമിഷൻ കൊടുക്കലുകളാണ് എന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മുമ്പിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇതിനകത്തിലേക്ക് നമുക്ക് നമ്മുടെ എതിർപ്പുകളും നമ്മുടെ സജഷൻസും അറിയിക്കാൻ വേണ്ടിയിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മെയിലുകൾ അയക്കുക. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്, പൊളിറ്റിക്സും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് പോരാടാം. ജയ് ഹിന്ദ്.